ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മത്തിയാട്ടോ കിട്ടിയത്, അതൊന്ന് കറി വെക്കണം, അതുപോലെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ കറി വെക്കാനായിട്ട് മുളകിട്ടതാണ്. മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട്, അതുപോലെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്ത്, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അതും ഇട്ട് കൊടുത്ത്, പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിലോട്ട് മീനും ഇട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കുക. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പച്ച മാങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മത്തിയിൽ മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെച്ചതാട്ടോ. അപ്പോൾ അതൊന്നെടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ നമ്മളെ മത്തി മുളകിട്ടതും അതുപോലെ മത്തി ഫ്രൈ ആക്കിയതും ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബായ്.